ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഫാമിലി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ഫങ്ഷൻ തന്നെ ആകുമ്പം നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടുമല്ലോ. സോ അതേപോലെ തന്നെ ഇന്ന് സെബിയേട്ടൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ആക്ച്വലി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അധിക കാലമായി. ഫെബ്രുവരിയിലായിരുന്നു എൻഗേജ്മെൻറ്റ്. പക്ഷേ എനിക്ക് ആ വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് റീസെൻ്റ്ലി ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫുൾ വീഡിയോ കണ്ടു നോക്കാം. രാവിലെ 11 മണിക്കായിരുന്നു നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. കണ്ണൂർ ഭാഗത്തൊക്കെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രൈഡും ഗ്രൂമും ഒരുമിച്ചിട്ട് പള്ളിയിൽ പോകുക, അവിടെ നിന്ന് റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ ട്രിവാൻഡ്രം സൈഡിലൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ കുറേ ഭാഗമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി അവിടെ ബ്രൈഡ് പോവാറില്ല കേട്ടോ. കൂടുതലും ഗ്രൂമും പിന്നെ ബ്രൈഡിൻ്റെ ഫാമിലിയും തമ്മിലുള്ളൊരു ചെറിയൊരു ചടങ്ങാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ബ്രൈഡും കൂടെ പോവാറുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടും നമ്മളെ കണ്ണൂരിൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ചടങ്ങ് വരുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഓൾമോസ്റ്റ് കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ബ്ലെസ് ചെയ്യേണ്ട ആൾക്കാർ അത് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അതൊരു ചടങ്ങാണല്ലോ, ഫോട്ടോ എടുക്കലും പിന്നെ ബ്ലെസ്സിങ് കൊടുക്കലും പിന്നെ പ്രാർത്ഥന പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സെഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനും അമ്മയും ചേച്ചിയൊക്കെയാണ്. ബാക്കി എല്ലാവരും പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി. അപ്പോൾ അധികം റഷ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. 11 മണി ആയതുകൊണ്ട് നമ്മളൊരു 10:45 ആയപ്പോഴേക്കാണ് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞങ്ങളും പോവുകയാണ്. അപ്പോൾ ഗ്രൂമും പിന്നെ ചേട്ടന്മാരും ഒക്കെ ഓൾറെഡി നമ്മൾ പോകുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അവർ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡൊക്കെ ഓൾറെഡി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളും പോവാണ്. ഞാൻ പറഞ്ഞ പോലെ പള്ളി അടുത്തായതുകൊണ്ട് ഒന്ന് വലിയ റഷ് ചെയ്തിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. മെല്ലെ സാവധാനം ഞങ്ങളങ്ങനെ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം നമുക്ക് കയറാനുള്ള ടൈം, പള്ളിയിലെ ചടങ്ങ് തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡും ഗ്രൂമും ഒക്കെ ഓൾറെഡി പള്ളീൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. പള്ളിയിലെ ചടങ്ങൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ആയപ്പോഴേക്കും സേറക്കുട്ടി കുറച്ചൊന്ന് ക്രാങ്കി ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തെയും പോലെ നമ്മളെ ഫോട്ടോ സെഷൻസ് ആണ്. ഇതിപ്പോൾ എവിടെ പോയാലും മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങളും കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കസിൻസായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ട് തീരാത്തതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റിംഗ് മോഡിലാണ്. എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ട് പള്ളിയിൽ തന്നെ ഇരിപ്പാണ്. എന്തായാലും ഈ ഒരു വെയിറ്റിംഗ് ഇറ്റ് സെൽഫ് ഒരു പാർട്ടാണ് ഇങ്ങനത്തെ ഫങ്ഷൻസിൻ്റെ ഒക്കെ. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്നതാണല്ലോ ഈ കല്യാണം, എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് മാക്സിമം മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നമ്മുടെ ഫങ്ഷന് വന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അതൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വീണ്ടും ഫാമിലി ഫുള്ളായിട്ടുള്ള ഫാമിലി ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ ഫങ്ഷൻ നടക്കുന്ന ഹാളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ വെച്ചിട്ടുള്ള ഹാളും. സേറ ആ ടൈം കൊണ്ട് പള്ളി ഒന്ന് പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഓടിക്കളിയായിരുന്നു. പിന്നെ ഇത് അവസാനം ദേഷ്യം പിടിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ്. പിന്നെ ബ്രൈഡും ഗ്രൂമിൻ്റെയും കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരപ്പുറത്ത് പോയ ടൈം കൊണ്ട്
നമ്മൾ നമ്മുടെ ഫോണിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ബ്രിക്ക് റെഡ് കളറുള്ള ഒരു ഡ്രസ്സാണ് ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് റെഡിമെയ്ഡായിട്ട് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്. എനിക്കെന്തായാലും എൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ വെച്ച ഹാളിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഹാളും ഇവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ, പെട്ടെന്ന് എത്താം. അങ്ങനെ ലാസ്റ്റ് ഇതാ നമ്മൾ ആ ഒരു ഹാളിലേക്ക് പോകണം. പാം ഗ്രോവിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഒരു വളരെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. ചെറുതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി UK നിന്ന് വരുമ്പോൾ തന്നെ നല്ല ത്രോട്ട് പെയിനും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തണുത്തത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു. പിറ്റേ ദിവസം തന്നെ എൻ്റെ ഉള്ള സൗണ്ടും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സെറ്റായി ഹാളിൽ കയറി എല്ലാവരും ഇരുന്നു. ഇനി നമ്മൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ സേറ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര വർത്തമാനത്തിലാണ്. അപ്പോൾ സ്റ്റേജിലെ കേക്ക് കട്ടിങ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കേക്കും വൈനും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലും സ്റ്റേജിൻ്റെ സൈഡൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഭാഗം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത വീഡിയോസൊക്കെ തന്നെ ആണെങ്കിലും എൻ്റെ കസിൻസൊക്കെയാണ് എടുത്ത് ഹെൽപ്പ് ചെയ്തത് കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരുന്നു ഈ ഹാളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടുള്ള ക്ലിപ്പൊന്നും എനിക്കിതിൽ ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ സേറയുടെ ഫ്രണ്ടും ഒക്കെ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് അറിയുന്ന പോലെ കേട്ടോ, അങ്ങനെ വലിയ സ്റ്റെപ്പൊന്നുമില്ല. സേറ റിപ്പീറ്റ് മോഡായിരുന്നു, എല്ലാം ഒരേ സ്റ്റെപ്പായിരുന്നു അവൾക്ക്. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചില്ല സേറ സ്റ്റേജിൽ ഇത്രയും കുറച്ചെങ്കിലും ടൈം കയറി നിന്ന് അവൾക്ക് അറിയുന്ന സ്റ്റെപ്പൊക്കെ കളിക്കുമെന്ന്. അപ്പം അങ്ങനെ കുറച്ച് നേരം അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് പുറത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് പെട്ടെന്നൊന്ന് അവിടെ നിന്ന് മാറിയാൽ മതി എന്നുള്ളൊരു ലെവലിലായിപ്പോയി. കാരണം സേറ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും ഭയങ്കര ക്രാങ്കിയായി. അങ്ങനെ കുറേ ഭാഗമൊന്നും അതായത് ഫോൺ എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ വളരെ മനോഹരമായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ എല്ലാ ഫാമിലിയിൽ ഉണ്ടാവുന്ന കല്യാണങ്ങൾക്കും ഉണ്ടാവുന്ന ഒരു പതിവാണ് ഫാമിലി ഫോട്ടോ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സെബേറിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ്. അപ്പോൾ അത് എല്ലാവരെയും നിർത്തി വരുമ്പോഴേക്കും തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ സെഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞു. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ വല്ലാണ്ട് എന്താ പറയുക ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എണീച്ച് അങ്ങനെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറേ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേർഡായി. അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫൈനൽ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് എല്ലാവരും പോയി. അതിനുശേഷം നമ്മളും ഇതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സേറ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ ഇന്നാണ് നമ്മൾ, അതായത് ഈ എൻഗേജ്മെൻറ്റ് ഡേൻ്റെ അന്നാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. കാരണം അവിടെയും എനിക്ക് എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് രാത്രി വീണ്ടും ട്രെയിനിൽ കയറാൻ. അപ്പോൾ എന്താ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.